കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആശ്രയിച്ചത് ട്രെയിൻ മാർഗ്ഗമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ കുറേ നാളായി ട്രെയിനിൽ വന്നിട്ട്. അപ്പോൾ ഇന്നൊരു ട്രെയിൻ യാത്രയാണ്. ഇത് നമ്മൾ പോകുന്നത് തൃശ്ശൂരേക്കാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളെ എൻഗേജ്മെൻ്റ് ആണ്. കുറേ നാൾ കൂടിയിട്ട് വീട്ടിലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ദുബായിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ഫംഗ്ഷനും ആ സമയത്ത് പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷന് പോകുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. എല്ലാവരും കാണാം, കസിൻസ് എല്ലാവരും വരും. ആക്ച്വലി പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓണം, വിഷു അല്ലെങ്കിൽ എന്തെങ്കിലും പൂരം, തെയ്യം അതൊക്കെ വരുമ്പം എല്ലാവരും ഞങ്ങളെ വീട്ടിൽ കൂടുകൂട്ടാ. അപ്പോൾ ആ ഒരു എല്ലാവരുമായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ. അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടുതലുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ വട്ടം ഞാനുള്ളതുകൊണ്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഓരോ കസിൻസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നതിൽ നല്ല സന്തോഷമുണ്ട്. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നല്ലൊരു പണ്ടൊക്കെ വീട്ടിലെല്ലാവരും കൂടിയ ഒരു സെയിം ആ ഒരു വൈബായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ പിന്നെ എന്താ പറയുക, മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ പണിയിലായി ഇങ്ങനെ കളിച്ചും ചിരിച്ചും പോവും. അമ്മമാരൊക്കെ അവരെ അടുക്കള സൈഡിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പണ്ടത്തെ ഒരു ഫോട്ടോ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിപ്പെണ്ണൊക്കെ വൻ ഹാപ്പി. കുഞ്ഞിപ്പെണ്ണ് എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും എൻ്റെ കസിൻസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ അല്ലെ കുഞ്ഞിപ്പെണ്ണും ഉള്ളത് കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണ് ഉണ്ടാവാറില്ല മിക്ക ഫംഗ്ഷനും. പിന്നെ മോളെ ഒന്നാമത്തെ പിറന്നാളിനാണ് എല്ലാവരും ഉണ്ടായത്. അപ്പോൾ മോള് കുഞ്ഞായതുകൊണ്ടോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ ഒരു ഡാൻസ് കളിക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് രാത്രി ഇതേ 11 മണിയായപ്പോഴാണ് തുടങ്ങിയത്. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിന്ന് തോന്നുന്നു. അപ്പോഴാണ് കിടക്കുന്നത്. എല്ലാവരും ഓരോ മൂലയിലൊക്കെ ആയിട്ട് ചുരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് കാണുന്നവരെ ബൈ ബൈ.